നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അവിടെ ഉണ്ടായത്? ഞാൻ കണ്ടിട്ട് പോകുമ്പോ ഉണ്ടായിരുന്ന വിഷ്ണുവേട്ടനല്ലല്ലോ പിന്നെ അവിടെ കണ്ടത്. എന്താ അവിടെ നടന്നെന്ന് എനിക്ക് അറിയണം. അയ്യോ മേഡം, അവിടെ ഒരു മർദ്ദന മുറയും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. കളക്ടറുടെ പ്രത്യേക പരിഗണന ഉള്ളതിനാൽ ഒന്ന് സഹായിക്കാൻ നോക്കിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിഷ്ണുവിനെ എത്തിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചത് പോലുമില്ല. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരാള് എങ്ങനെ മരണതുല്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തി? അതിന്റെ വിശദീകരണം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. മേഡം, എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് സമയം കളയാനേക്കാൾ നല്ലത് മേഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് കാര്യം അറിയാനും പറ്റും. എന്തിന് ഇങ്ങനെ ഒരു സംഭവം സ്റ്റേഷനിൽ നടന്നതിന് ഞാൻ എന്തിനാ എന്റെ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നത്? അല്ല, വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാലോ. ഇല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ച ആർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ അങ്ങനെ എന്തെങ്കിലും. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? തെളിച്ച് പറയണം മിസ്റ്റർ. മേഡം, ശാരദാമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണുവിന് ഈ അസ്വസ്ഥതയൊക്കെ ഉണ്ടായത്. ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ പച്ച കള്ളമായി പറയുന്നേ. മേഡത്തിന് ഈ നിൽക്കുന്ന ഏത് പോലീസുകാരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണു അസ്വസ്ഥത പ്രകടിപ്പിച്ചതും ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അതുകൊണ്ടാണ് മേഡം ഞാൻ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കാൻ പറഞ്ഞത്. ഭക്ഷണമല്ലേ, ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. കുറച്ച് കുരുമുളക് കൂടിപ്പോയാൽ പോലും ചങ്കിൽ കുത്തലുണ്ടാക്കുന്ന കാലം മേഡം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ പറഞ്ഞ പോസിറ്റീവായിട്ട് എടുക്കും മേഡം. ഒന്ന് വിളിച്ച് ചോദിക്കും. ഇനി ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊരു അപകടം നമുക്ക് ഒഴിവാക്കാനെങ്കിലും പറ്റുമല്ലോ. പ്ലീസ്. ഹലോ, അമ്മ എവിടെ ശാന്തിച്ചി? മോളെ, ശാരദാമ്മ പുറത്തു പോയിരിക്കുക. ഫോൺ കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ശാരദാമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഹോട്ടലിൽ ഭക്ഷണം ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? പിന്നെ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോയല്ലോ. എന്താ മോളെ കാര്യം? ഇവിടെ വിഷ്ണുവേട്ടൻ അമ്മ കൊടുത്തുവിട്ട ഭക്ഷണം കഴിച്ച് വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിലാ. അതാ ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നോ? അത് ഫുഡ് പോയ്സൺ ആണെന്നാ പറയുന്നത്. ഏയ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കണ്ടേ? ഇത് മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അമ്മ വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ശരി. ഈശ്വര, അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.